എങ്ങോട്ടാ? സ്കൂളില്ലേ? എന്റെ ശംസു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറായി. നീ എന്താ കളിക്കുന്നത്? സുധാര ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ. അല്ലടാ, നമ്മൾ ഏത് ഭാഗത്തേക്കാ പോകുന്നത്? നമ്മളിന്ന് കുന്നൂരു ആടെ ഒരു ശങ്കരന്റെ മോളുണ്ട്. പേരെല്ലാം പോട്ട്. നീ ഓളെ കണ്ടിനാ? ഞാൻ കണ്ടിട്ടില്ലപ്പാ. കണ്ണനെ ചേരൂലേ? ചേരുമായിരിക്കും. കണ്ടിട്ടില്ലേ? കാണാനല്ലേ പോകുന്ന സുധാര, എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട. നല്ല തറവാടുത്തുണ്ടാവണം. പിന്നെ കുറച്ച് കളറ്, നീണ്ട മൂക്കായിരിക്കണം, ഉണ്ട കണ്ണ്, നമ്മളെ നയൻതാരനെ പോലെ. പറ്റിയ കുറച്ച് മുടിയും. കണ്ണാ, ഇതൊക്കെ ഉള്ളൊരു പെണ്ണിന് ഓളതായ സങ്കല്പം ഉണ്ടാവില്ലേ? എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക്? എന്താ മൂടി നമുക്ക് ശരിയാക്കാം. ശംസോ, പേരെന്താണ്? ഇതിവന്റെ സ്വന്തം വീട് തന്നെയാണോ? അല്ല മുറി വാടകയ്ക്കാണ്. കച്ചവടം പുറത്തായിരുന്നു. ഓ ശരിയാ. പിന്നെ ഞാങ്ങെല്ലാം കൂടിയിട്ട് ഓനെ നാട്ടിൽ തന്നെ സെറ്റാക്കി അല്ലടാ. ഓ അതെ അല്ലേ. ചായ കുടിക്കും. ഇപ്പൊ നടന്നു കടന്ന് നമ്മള് പറച്ചോന്റെ അടുത്തെത്തല്ലോ. ഇനിയും കേരള എങ്ങോട്ടാ സുധാകര? ഇല്ലപ്പാ, എത്രനായി കുറച്ചുകൂടി ഇല്ലു. ഇല്ല ഞാൻ മതി എനിക്കിനി കഴിയ. എങ്ങനെയാണ് കിടക്കുന്നത്? നമ്മളെ ചെറുപ്പല്ലൊന്നുമില്ലല്ലോ. എടാ കണ്ണാ, വീഴ്ത്ത പെണ്ണിനെ കിട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലും കോലോ. അമ്മ ആരി കേട്ടല്ലേ കേറും കിഞ്ഞ് കളിക്കുന്നേ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, വീഴ്ത്ത പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും. കറക്റ്റ്. ഇങ്ങനെ കേറി ഇറങ്ങി പോവല്ലേ? ഓളെ അച്ഛന്റെ വീടിന് തെളിച്ചില്ലടാ വിദ്യ. മോനോടെ സ്ഥിരാമത്തിന് വരുന്നല്ലേ അല്ല വിദ്യ? മീറ്റിംഗ് എന്താ ചോദിച്ച വേറെ പറഞ്ഞാ മതിയേ. കശുവണ്ണി നോക്കാൻ വന്നു പറഞ്ഞു. അണ്ടി വേണ്ട, എന്താ പറയാ, കുരുമുളക് പറഞ്ഞു. ചന്ദ്രൻ പെണ്ണ് കാണാൻ പോയ കാര്യം പറയണ്ടേ? എന്താ വിദ്യാത്ര, സുഖല്ലേ? ഓ, എവിടാ പോയത്? നമുക്ക് കുരുമുളക് നോക്കാൻ പോയതാ. എന്തേ? സുധാര നീ ഉണ്ടോടെ? നന്നായി. നല്ല തോട്ടാന്നട്ടാ. ശരിയാ. അത് നമ്മ പറയാൻ വെച്ചല്ലേ? ഷംസു, സുധാര ഇവിടെ എത്തിയ എവിടെ പോയാലുണ്ടല്ലോ ഈ കുരുപ്പുകള് പുട്ടിലിട്ട് തേങ്ങമാതിരി. കണ്ണാട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ കാട്ടി മുമ്പിൽ അക്കരെത്തണം. അങ്ങനെ അക്കരെത്തിയാൽ എന്തായാലും പെണ്ണുറപ്പാ. അനങ്ങി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് എന്തായാലും ആക്കാം. ഗോപിയെ വരുന്നുണ്ടായിട്ടിങ്ങ. എന്താ സുധാര വിദ്യേ കേറിന്നോ? സുധേട്ടാ, ഇതേ എന്നാ നമുക്കേ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് വരാട്ടാ. ശരിയാവല്ലോ സുധാര, ഞങ്ങൾക്കും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് അല്ലേ? ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടപ്പാ അല്ലേ? അതെയാ, എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്കാം. പിന്നെ അല്ല നമുക്കിട്ടുണ്ടാക്കുന്നു. അല്ല വിദ്യ, ഇയാളെന്താ വേക്കോട്ടാ തോന്നുന്നു? അത് എത്തുന്നില്ല. ഹലോ, എപ്പോ ഓനെ ഉറപ്പുണ്ടോ? അത് ശരി. പിന്നെ നമ്മളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ ഫോൺ വെച്ചോ. ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം. നിങ്ങൾ കണ്ട കണ്ണാ, നീലടപെടരുത്. ഇവപ്പ ചെയ്ത പണിന്റെ നീ പെട്ടക്കല സുധാര, നമുക്ക് പരിഹരിക്കാന്ന്. ബാലേട്ടാ, ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടത്. ഈ നായിനെ അല്ലേ? ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായിനെ തല്ലമാരി തല്ലാൻ സമ്മതിക്കുന്നു സുധാര. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അക്കരത്തെ കൊല്ലും ഈ നായിനെ. ഇങ്ങോട്ട് വന്നേ. തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ. ആടെ പോയി എന്താ തീരുമാനിക്കും? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എന്നെ കൊണ്ടാവില്ലേ ഇതൊന്നും കണ്ടുക്കാൻ? വിദ്യമോനെ, നിന്റെ നല്ല മനസ്സ്, പക്ഷെ ഈ നായിനെ. നിങ്ങൾ പോയിക്കേ. ധനശിങ്ങ അല്ല വിദ്യ, നമ്മെല്ലാം ഇവര് ഞാൻ അവിടെ പോയി കൊല്ലും. കണവാ കണാ, ചെക്കനെ നോക്കണേ. കേറി 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 മാറി നിൽക്കടാ. നമ്മയല്ലേ പോണ്ട്. കണ്ണ 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 തോണി വേം വിടണേ.
എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഭ്രാന്ത്. എന്താ ഡാനിച്ച ഇനി എന്തിനാ ചെക്കനെ വെറുതെ അച്ഛന് ഓന്റെ ബായി നിന്നാ ചോരെല്ലാം വരുന്നു. ചോരല്ലേ ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ. ഞാൻ ഫോണിൽ വിളിച്ചേ വിളിച്ചതില്ല ചെങ്കണ്ട തുക്കുമാരാ ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത്. അന്നേരം കോള വന്നിട്ടില്ലെങ്കിൽ ഒരു തോണി കയറും അക്കരത്തെയും ചെയ്യും. ഇപ്പൊ നമ്മ കേറിയില്ലേ ഏത് അപ്പൊ വെറുതെ വെച്ചാന്നല്ലേ. ഞാൻ വിചാരിച്ചു ശ്രീയേച്ചിയുടെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചോണ്ടായിരിക്കുന്നു. അതിനുള്ളതല്ലേ പിന്നെ തരുന്നുണ്ട്. ഇതിപ്പോ കണ്ണന്റെ കല്യാണത്തിന് കേട്ടാ. കണ്ണാന്റെ കല്യാണത്തിനല്ലേതാ, അതിന് ഒരടിയല്ല, ഞാൻ 9 അടി. ആ അതാണ് ഗുഡ് ബോയ്. അതാ ആ കാണാണോ? ആ ആന്നെ വീട് അങ്ങോട്ട് അടുപ്പിച്ചോ. ആ വെള്ളം കയറിയ പാഞ്ഞ് മുകളിൽ കയറിയിക്കാം. അവനെ പിടിച്ചോ, ഞാൻ വെള്ളത്തിലേക്കും വീഴണ്ട. ആ നോക്കിയാ ബാക്കോലല്ല ഫ്രണ്ടില് ഭയങ്കര ദാരിദ്ര്യം. ദാരിദ്ര്യാണ്. ഏതാ ദരിദ്രവാസി? രാമേട്ടാ. ആ എന്തല്ല ഓമനെ ഓമനെ ഇതാരല്ലോ വന്നിട്ട് പിരിവാറാണെന്ന് തോന്നുന്നു. പിരിവൊന്നല്ലപ്പാ, വേറൊരു കാര്യത്തിനാന്ന്. ഓമനേട്ടേ ഇതാണ് പെണ്ണ്. അല്ലപ്പോ ഇതാര് സുധാകരന? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം അറിയാം. നമ്മളെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ? വാ കേറ്, ഉള്ളിലിരിക്കാല. രാമേട്ട നമ്മളെ മനസ്സിലായില്ല. ഏതാമോട്ടാ നിങ്ങക്ക് മനസ്സിലായവനാ? അക്കരയിലത്തെ എരിഞ്ഞിട്ട് ശ്രീജനെ കഴിച്ചിട്ടേ ഓനാ. ചന്ദ്ര ഓറ് നമ്മളെ പറ്റിച്ചാൻ തോന്നല്ലോ. വിദ്യേ ഐറ്റിങ്ങ മനഃപൂർവ്വം തോണി അക്കരയൊന്നും വിടാത്തായിരിക്കും കേട്ടോ. അമ്മ വെറുതെ ഇടിരുന്ന് വെയില് കൊള്ളണ. നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്, ഇത് നടന്ന് കൂട്ടിയാ മതി കിട്ടുവാ. നിങ്ങൾ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഇത്രയും സമയം പെണ്ണ് കിടിയുണ്ടായിരുന്നു. ഇപ്പൊ അന്ന് അങ്ങോട്ട് ഇറങ്ങി. ഷാനന്റെ വീട്ടിൽ ചുരിദാർ ഷേപ്പാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കേറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങല്ല നിങ്ങൾ കേറിയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങൾ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ. അപ്പളേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ വരും. ഈ ഉച്ചക്ക കുടിക്കാൻ കൊടുക്കല് ചോറ് കൊടുത്താ മതി. അതിന് ഇന്നലത്തെ ഉണക്ക് പറവേലില്ലു. അതിന് ഞാൻ നാക്കണ്ട്. ആ നീ എന്തെങ്കിലും ആക്ക, ഞാൻ അവളെ കൂട്ടിട്ട് വരാം. ഞാൻ പോന്നു, നിങ്ങളാരും വരുന്ന എന്നാ ഞാനുണ്ട്. ഞാനും വിദ്യേ ബാ, നമുക്ക് ഇനി വേറെ എവിടെയും പോയിട്ട് വെയിലുള്ള വാ. വലട്ടാ ഓൻ എത്ര നേരം വേണമെങ്കിലും വെയിലുള്ളാലോ. ഓന്റെ കയ്യിൽ കൊടണ്ടല്ലോ. ഇതായിരിക്കും എന്റെ കണ്ണാ ഓളിപ്പോ വരും, അപ്പൊ കാണാലോ. നിക്കോ മിനിറ്റേ, ഞാനും വരാം. കോയിനെ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട്. അണ്ണാ അതല്ലേ അല്ല ഭാസ്കര, നമ്മ കണ്ണന്റെ കല്യാണ നിശ്ചയത്തിന് കുറെ ആള് വിളിക്കുന്നുണ്ടാ. ഇനി ഇന്നെ പുല്ല് ചെയ്യാനൊന്നും കിട്ടൂല അല്ലേ? അതെന്താ കുഞ്ഞമ്പോട്ടെ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്? അല്ല, ആരോ പറഞ്ഞു കേട്ടിനി നിന്റെ പറാത്ത വഴിഞ്ഞാ ഇറക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് പറ്റിട്ടില്ലെങ്കിൽ അതിനപ്പം തന്നെ കൊണ്ടുപോയിട്ട് അറക്കല. അല്ലപ്പാ, ഞാനൊരു പയ്യരെ കാര്യല്ലേ ഭാസ്കര പറഞ്ഞു. എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയല്ലേ കുഞ്ഞമ്പോട്ടെ. അമ്മിണി എനിക്ക് എന്റെ മോളെ പോലെ. ഞാൻ വേണ്ട.
എന്താ നാരായണി പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനെയും കാണുന്നില്ല, ആന മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല് പൈക്കാണെങ്കിൽ അതുമില്ല. തിരക്കില് തോന്നില്ലടാ. വിദ്യ നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് മനസ്സിലൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി നീ പോയിട്ട് വാടാ. ആ വീട്ടിൽ പറഞ്ഞല്ലേ